ഹലോ, ഞാനിപ്പോൾ ഒരു ഫോട്ടോ അയച്ചു. അതാരാണെന്നൊന്ന് അന്വേഷിക്കും. ഞാനായിട്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടും നിങ്ങൾ എന്നെ അതിന് പ്രേരിപ്പിക്കുന്നത് പോലെയുണ്ട്. നമ്മൾ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് എത്ര ദൂരെ ഓടിപ്പോയാലും അത് നമ്മളെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും സുഹാസിനി അമ്മേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചോ നിങ്ങള്? ചരിത്രം എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാനും അത് തന്നെയാണ് പറഞ്ഞത് മേഡം, നമ്മളുടെയൊക്കെ പഴയ ചരിത്രമെന്ന്. നോക്ക്, എന്റെ മകനൊപ്പം നിങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, അതവിടെ നിൽക്കുന്നതാ നല്ലത്. ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയും. നന്നായിട്ട് കോമഡി പറയുന്നുണ്ടല്ലോ. ചരിത്രം വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ അടി സംഭവിക്കുന്നത് നിങ്ങൾക്കായിരിക്കും, അത് ഉറപ്പാണ്. ആരോടാ സംസാരിക്കുന്നതിന് നിങ്ങൾ മറന്നു പോകരുത്. ആരാ സംസാരിക്കുന്നതെന്ന് അറിയാലോ അല്ലേ? ജയൻ, കേശവ് ജയൻ. ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ ഞാൻ ഒരുപാട് മാറിക്കഴിഞ്ഞു. മുമ്പത്തെ പോലെ ഒട്ട് ക്ഷമയുമില്ല. നിങ്ങള് അവിടേക്ക് പോകുന്നവരല്ലേ? എന്നിട്ട് ഇവിടെ വരാൻ കാരണം? കുഴപ്പമില്ലെന്നേ, ഞാൻ തടസ്സമാവില്ല. പ്ലീസ് ക്യാരി ഓൺ. ശരിയാ, ഗണേശന്റെ വയറ്റിൽ ചുറ്റിയിരിക്കുന്ന പാമ്പിനെ പോലെ ചീറ്റുന്നു. മാറിയിരിക്കുന്നതാ നല്ലത്. അമൂല്യ, നിക്ക്. എന്താ എന്നെ കണ്ടിട്ടും കാണാതെ പോലെ പോകുന്നേ? എനിക്ക് നിന്നോട് സംസാരിക്കണം. വഴക്കുണ്ടാക്കാനൊന്നും എനിക്കിപ്പോ സമയമില്ല, ഞാൻ കുറച്ച് ബിസിയാ. ചേച്ചേ, വഴക്കൊന്നുമല്ല, ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കണം. നോക്ക്, ഈ ഡയലോഗ് എല്ലാം അരച്ചു കലക്കി കുടിക്കുന്നവരല്ലേ നിങ്ങള്? ആ സിറ്റുവേഷൻ അത് മാച്ച് ആയിരുന്നു എന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം കമ്മിറ്റ് ആയി പിന്നെ എന്റെ വാക്ക് പോലും കേൾക്കില്ല. ടൈം ഇല്ലെന്ന് പറഞ്ഞാൽ ടൈം ഇല്ല, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട. ജസ്റ്റ് 3 സെക്കൻഡ്സ്. 3 വാക്കിൽ ഞാൻ കാര്യം പറയാം. കള്ളച്ചെറുക്ക, എന്ന് പറഞ്ഞാൽ എന്താ? സത്യമായിട്ടും ഇവനിപ്പോ ഐ ലവ് യു പറയാൻ പോവാണോ? എന്നോട് നിങ്ങളിങ്ങനെ പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേയില്ല. ഇൻഫാക്ട് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവുമെന്നും ഞാൻ വിചാരിച്ചതേയില്ല. കുഴപ്പമില്ല, പറഞ്ഞു. 3 വാക്കിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അതൊക്കെ അല്ലേ? പറഞ്ഞു. നിന്റെ ടോപ്പ്, നിന്റെ ടോപ്പ്, നിന്റെ ടോപ്പ്, ബ്ലൗസാ? അതിന്റെ ലേസ് അഴിഞ്ഞു പോയിട്ടുണ്ട്. ആരെങ്കിലും പെൺകുട്ടിയെ വിളിച്ച് കെട്ടിച്ചേക്ക്. ഞാൻ വിചാരിച്ചത് ഇവൻ പറയാൻ പോകുന്ന 3 വാക്ക് സോ മച്ചോ മച്ച് മോറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് പറയുന്നു വിചാരിച്ചു. അപ്പൊ ബ്ലൗസിന്റെ ലേസ് അഴിഞ്ഞു പോയിന്ന്. എന്തൊരു കഷ്ടം. എടാ കള്ളച്ചേർക്ക, നീ റൊമാൻറ്റിക് ആവുന്നതും പട്ടിയുടെ വാല് നേരെയാവുന്നതും ഈ 2 കാര്യങ്ങളും ഒരിക്കലും നടക്കാത്തതാ. അല്ല, എന്റെ ബ്ലൗസിന്റെ ലേസ് അഴിഞ്ഞു പോയത് ഇവൻ എപ്പോഴാ കണ്ടത്?
നമ്മുടെ അടുത്തുള്ള റോഡിൽ ഗണപതിയെ വെക്കുമ്പോ സന്ധ്യക്ക് പോയി പൂജ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. എന്നാ ഇവിടെ എത്ര ജനങ്ങൾ ചേർന്ന് ഗംഭീരമായ ഉത്സവം കൊണ്ടാടുന്നു. ഇത് കണ്ടിട്ട് എന്റെ തൊണ്ടയെല്ലാം ഉണങ്ങിപ്പോയി. കുടിക്കാൻ വെള്ളം വല്ലതും വേണമല്ലോ. ചേട്ടാ, കുടിക്കാൻ കുറച്ച് വെള്ളം. അയ്യോ, തടിയനാണെങ്കിലും കുണുങ്ങിക്കൊണ്ട് എത്ര വേഗത്തിലാ പോകുന്നത്. അയ്യോ, ഇവൻ തടിയൻ മാത്രല്ല പൊട്ടനുമാണെന്ന് തോന്നുന്നു. എന്താടാ, കുറച്ച് വെള്ളം കുടിക്കാൻ തന്നോടെ. അമ്മ എന്തിനാ അയാളെ തടിയാന്നൊക്കെ വിളിച്ചു പോകുന്നേ? അതൊക്കെ മോശമല്ലേ? എന്ത് പാവം, എന്റെ തൊണ്ട ഉണങ്ങി കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചപ്പോ ആര്യ സാറിന്റെ പുറകെ പോകുന്നു അവൻ. എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. ഇപ്പൊ എന്താ, കുടിക്കാൻ വെള്ളം വേണം, അത്രയല്ലേ ഉള്ളൂ. ഇരിക്കെ, ഞാൻ കൊണ്ടുവരാം. വേഗമാട്ടെ. സർ, സർ, ഒരു മിനിറ്റ്. സർ, സർ, അമ്മ വെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നു നിങ്ങളോട്. പക്ഷേ നിങ്ങളത് കേൾക്കാതെ മുന്നോട്ട് പോയെന്ന് തോന്നുന്നു. സർ, ഇത് നിങ്ങൾ തന്നെ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കും, പ്ലീസ്. സർ, എന്താ ഇപ്പൊ ഇങ്ങനെ തനിയെ നടക്കുന്നേ? നോക്ക്, എത്ര വിയർത്തിരിക്കുന്നു. ഉള്ളിൽ ഏസിക്കാത്തിരുന്നൂടെ? എനിക്ക് ചൂടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സഖിക്ക് ചൂടുണ്ടോ എന്ന് സഖിക്ക് മനസ്സിലാവാതിരിക്കോ സർ? എന്താ? ഒന്നുമില്ല. സഖിക്ക് ചൂടുണ്ടെങ്കിൽ സഖിക്ക് മനസ്സിലാവില്ലേ? ഹലോ ബോസ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. അധികം ദൂരത്തൊന്നുമല്ല, ഒരു 10 അടി അകലത്തിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ആരാ ചെയ്യണേ? തിരുമേനി, ഈ പൂജയും വ്രതവും ഉത്സവവും ഒക്കെ നന്നായിട്ട് നടക്കാൻ കാരണക്കാര് നമ്മുടെ വേദാന്തം പിന്നെ ആര്യവർദ്ധൻ സാറും. അവര് തന്നെ മംഗളാർത്തി ചെയ്യും. വളരെ നല്ല കാര്യം. വരൂ, ചെയ്തോളൂ.
ആര്യവർദ്ധൻ. സോറി, ദ ഗ്രേറ്റ് ആര്യവർദ്ധൻ. വലിയ പേര്. നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യുക എന്നുള്ളത് അത് ജോക്കല്ല. എന്നാ അത് ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ ഈസി ടാസ്ക് ആണെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. ഇതിങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സർ അവിടെ വെച്ച് കണ്ടിരുന്നല്ലോ, അപ്പൊ കള്ളം പറയത്തേയില്ലായിരുന്നു. എനിവേ, വലിയ ആൾക്കാരെ ഗൗരവമായി തന്നെ കാണണമെന്ന് കാർന്നോമര് പറയാറുണ്ട്. അതുകൊണ്ട് ആദ്യമായി ഇതങ്ങോട്ട് സ്വീകരിച്ചു. ജലന്ധർ തരുന്ന പ്രണാം. ഞാൻ ഗസ് ചെയ്തതുപോലെ അവൻ ആര്യ സാറിന് എന്തോ ഉപദ്രവം ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നതാ. എന്നാൽ ആര്യ സാർ എന്തിനാ ചിരിക്കുന്നേ? നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആര്യവർദ്ധൻ. അതിന്റെ കൂടെ നീ ഗ്രേറ്റ് എന്ന് കൂട്ടിച്ചേർത്തു. കുഴപ്പമില്ല, ഞാനതിനെ സന്തോഷത്തോടെ സ്വീകരിക്കും. എന്നാൽ നീ കഥയെ